കഴിഞ്ഞ ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? എനിക്ക് എൻ്റെ ചേച്ചി ഷൂ വാങ്ങാൻ പൈസ വന്നപ്പോൾ ഞാൻ ഇട്ടില്ലായിരുന്നു. ഞാൻ ബുള്ളറ്റ് അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞിട്ട് നീ ഷൂ വാങ്ങിച്ചു തന്നിട്ട് പൈസ വന്നു. ഞാനത് എന്നിട്ട് ഷൂ വാങ്ങിച്ചു. എന്നിട്ട് അപ്പോൾ അവനാ ചേച്ചിയെന്ന് കേൾക്കുന്നില്ല, അവൻ്റെ വിചാരം വേറെ ആരുടെയെന്നാ പൈസ വാങ്ങിച്ചെന്നുള്ളത്. അപ്പം എന്നോട് ചോദിച്ചല്ലോ, നിനക്ക് നിൻ്റെ പണിയല്ലേടി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നല്ല കൊടുത്തു ചേട്ടന്. ഞാൻ പറഞ്ഞു ചേട്ടൻ എന്താ തരണമെന്നൊക്കെ ചോദിച്ചു. ചേട്ടൻ ഇന്ന് എനിക്ക് ചേട്ടൻ വീണ് ഫോട്ടോ തന്നേക്കുന്നു, എൻ്റെ ബ്രാക്കാ പോലും. ഞാൻ അയാളെ ബ്രാഗിട്ടൊന്നുമില്ല. അയാൾക്ക് അപ്പം തന്നെ നല്ല കൊടുത്തു. ഞാൻ ചോദിച്ചു, അല്ല എൻ്റെ ചേച്ചി ഇനി ഇവനും കൊടുക്കണോ ഹെൽപ്പെന്ന് എനിക്കറിയില്ല. ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചി വല്ല പരിചയമുണ്ടോ ചില്ലവനെന്ന്. പാവം എൻ്റെ ചേച്ചിക്ക് അറിയില്ല കേട്ടോ, അതങ്ങ് അമേരിക്ക കിടക്കയില്ലേ, അതിന് കേരളത്തിലുള്ളവരെയൊന്നും അറിയില്ല. അതുകൊണ്ട് വയനാടൊന്നും ചേച്ചി കേട്ടിട്ടേ ഉള്ളൂ, കേരളത്തിൽ എത്ര ജില്ലയുണ്ടെന്ന് പോലും ചേച്ചിക്ക് അറിയില്ല. മനസ്സിലായി? അങ്ങനത്തെ ചേച്ചിയാണ്. അതിന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് കേട്ടോ ചേച്ചിക്ക് അറിയില്ല കേട്ടോ ചേട്ടന്. പിന്നെ അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ആരെയും പ്രാകാരമൊന്നുമില്ല. നിങ്ങൾ വീണ് ആർക്കും ആക്സിഡൻറ്റ് പറ്റും. ഞാൻ വീണിട്ടുണ്ട് 2 തവണ. ഒരു തവണ പിന്നെ ഒരു തവണ നിന്ന നിപ്പിൽ മറിഞ്ഞു വീണു. അപ്പോൾ എൻ്റെ കൈ ഒളുക്കി. ഞാനൊരു 3 മാസം അങ്ങനെ കിടന്നു. നല്ലോണം ബുദ്ധിമുട്ടി, ഒരാളെ കുളിപ്പിക്കാനും പിടിക്കാനും ഒക്കെ വേണ്ടേ. പിന്നെ ഒരു തവണ അല്ലാണ്ട് കാലിൻ്റെ ഫ്രാക്ചർ പറ്റി. അപ്പം ഞാൻ തന്നെ എന്ത് ചെയ്തു, കാലിനൊക്കെ ഫ്രാക്ചർ പറ്റുന്നവരെന്താ ഐഡിയാണ്. ഞാനെന്ത് ബാത്റൂമിൽ കയറിയിട്ട് ചുമരിൽ അങ്ങോട്ട് കാലൊറ്റ വയ്യാത്ത കാലില്ലേ, ചുമരിൽ അങ്ങ് ചവിട്ടി വയ്ക്കും. എന്നിട്ട് ഷവർ അങ്ങ് ഓണാക്കും. അപ്പോൾ ആ കാലും നനയില്ല, കെട്ടി വെച്ചേക്കണേ, കാലും നനയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചുമരിലങ്ങോട്ട് കാല് ചവിട്ടി വെച്ചിട്ട് ഷവറിലങ്ങ് കുളിച്ചു, സോപ്പൊക്കെ തേച്ച് കുളിച്ചു. പിന്നെ വരാൻ പ്രയാസമായിരിക്കും. കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങി പോരുക പതിയെ. അപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിക്കുക. ഞാൻ പരമാവധി അവിടെ പിടിച്ച് ഞാനിങ്ങനെ പോകുന്നു. അങ്ങനെയാണ് ഞാൻ, എൻ്റെ ഐഡിയൊക്കെ അങ്ങനെയാണ്. ഭയങ്കര ഐഡിയൊക്കെയാണ് എൻ്റെത്. അതൊക്കെ രസമാണ്. വഴിയെ ഞാൻ ഓരോരോ ഐഡിയാസ് പറയും. സമയമുണ്ടല്ലോ, വർഷങ്ങൾ മുന്നോട്ട് കിടക്കയില്ലേ. അങ്ങനെ ആയിരുന്നു എൻ്റെ ഇത്. പിന്നെ ആദ്യമായിട്ട് വീണപ്പോൾ എനിക്കറിയില്ലായിരുന്നു എൻ്റെ കൈയാണോ കാലാണോ. എൻ്റെ കൈക്കായിരുന്നു പറ്റിയെന്ന് ഓർമ്മ. അപ്പോൾ ഇങ്ങനെ സ്ലീവ്ലെസ് കുപ്പായം ഇവിടെ നിന്ന് ഇങ്ങനെ, അപ്പോൾ ഇവിടെ നിന്ന് അഴിച്ചിങ്ങനെ എടുക്കാമല്ലോ, കാലിക്കൂടെ ഇങ്ങനെ കയറ്റി ഇങ്ങനത്തെ കുറച്ച് കുപ്പായങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടും. അപ്പോൾ ഇടാൻ പറ്റില്ലല്ലോ, കൈ ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെ കെട്ടുക എന്നുള്ള പരിപാടിയായിരുന്നു. ആലോചിക്കുന്നത് വേണ്ടി ഇരുന്നില്ല എന്നൊക്കെ. ഞാൻ എന്തായാലും അങ്ങനെ ഇടണമല്ലോ. എനിക്കാണെങ്കിൽ 2-3 നേരത്തെ കുളി എനിക്ക് ഭയങ്കര നിർബന്ധമായതുകൊണ്ട് അന്ന് അങ്ങനെയായിരുന്നു.